നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉദ്യോഗസ്ഥർ ഇനി ജോലി സമയത്ത് ഫോൺ ഉപയോഗിക്കേണ്ട. കേരള ഹൈക്കോടതിയുടെ ഉത്തരവ്. കേരള ഹൈക്കോടതി ജീവനക്കാർ ഓഫീസ് സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വിലക്കി രജിസ്ട്രാർ ജനറൽ ഉത്തരവിറക്കി. സീനിയർ ഓഫീസർമാർ ഒഴികെയുള്ള സ്റ്റാഫ് അംഗങ്ങൾ ഫോൺ ഉപയോഗിക്കരുത് എന്നാണ് നിർദ്ദേശം. പലരും ജോലി സമയത്ത് ഓൺലൈൻ ഗെയിം കളിക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് രജിസ്ട്രാർ ജനറൽ നടപടിയെടുത്തത്. ഇത് സംബന്ധിച്ച് മുമ്പും ഓഫീസ് മെമ്മോകൾ ഇറങ്ങിയിരുന്നു. അതേസമയം ഓഫീസ് ആവശ്യങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കുന്നതിന് വിലക്കില്ലെന്നും ഉത്തരവിൽ പറയുന്നു. എലത്തൂരിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഇന്ധനം ചോർന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഇന്ധനം ചോർന്നു. പ്രദേശത്തെ ഓടകളിൽ ഇപ്പോൾ ഇന്ധനം പരന്ന് ഒഴുകുകയാണ്. കോഴിക്കോട് എലത്തൂരിലാണ് സംഭവം. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു. പ്രശ്നം പൂർണ്ണതോതിൽ പരിഹരിക്കാൻ സമയമെടുക്കുമെന്ന് ഹിന്ദുസ്ഥാൻ പെട്രോളിയം അധികൃതർ അറിയിച്ചു. വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്ധനം ഒഴുകി പരന്നെടുത്തു നിന്ന് ഇപ്പോൾ ഇന്ധനം എടുത്തുമാറ്റി വരികയാണ്. 600 ലിറ്റർ ഡീസൽ ചോർന്നെന്നാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ കണക്ക്. നാട്ടുകാരും ബാരലിൽ ഇന്ധനം ശേഖരിക്കുന്നുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിലേക്ക് മാർച്ച് നടത്തി. മുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഫയർഫോഴ്സും പോലീസും എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പോസ്റ്റ്മോർട്ടത്തിൽ നിർണായക കണ്ടെത്തൽ. ആലപ്പുഴയിലെ യുവാവിന്റെ മരണം കൊലപാതകം. ഭാര്യയ്ക്കെതിരെയും കൊലക്കുറ്റം ചുമത്തി. ആറാട്ടുപുഴയിൽ ഭാര്യ വീട്ടിലെത്തിയ യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന സ്ഥിരീകരണം. കായംകുളം പെരുമ്പള്ളി പുത്തൻപറമ്പിൽ വിഷ്ണുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭാര്യ ആതിര, ബന്ധുക്കളായ ബാബുരാജ്, പത്മൻ, പൊടിമോൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. തലയ്ക്കുണ്ടായ ആന്തരിക ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് നടപടി. കേസിൽ 4 പ്രതികളും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. മാനസിക വെല്ലുവിളിയുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ആലപ്പുഴ സ്വദേശി പിടിയിൽ. മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. വള്ളികുന്നം കടുവിനാൽ അനീഷ് ഭവനത്തിൽ അനീഷാണ് പിടിയിലായത്. ആൾതാമസമില്ലാത്ത വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നു. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ അറസ്റ്റ് ചെയ്തു. മാന്നാർ ജയന്തി വധക്കേസ്. പ്രതിയായ ഭർത്താവ് കുറ്റക്കാരൻ. ശിക്ഷ 7. മാന്നാർ ആലുമൂട്ടിൽ താമരപ്പള്ളി വീട്ടിൽ ജയന്തി കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവ് കുട്ടിക്കൃഷ്ണൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ഇയാൾക്കുള്ള ശിക്ഷ മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 1 ജഡ്ജി VG ശ്രീദേവി 7 വിധിക്കും. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് കൊലപാതകം, മൃതദേഹത്തോടുള്ള അനാദരവ് എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞിട്ടുള്ളത്. 2004 ഏപ്രിൽ 2 പകൽ 3 കേസിന് ആസ്പദമായ സംഭവം. ഭാര്യയെ സംശയമായിരുന്ന കുട്ടിക്കൃഷ്ണൻ ജയന്തിയെ വീട്ടിനുള്ളിൽ വെച്ച് കറിക്കത്തി, ഉളി, ചുറ്റുക എന്നിവ ഉപയോഗിച്ച് തലയറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ജാമ്യം ലഭിച്ച ശേഷം ഒളിവിൽ പോയ പ്രതിയെ ദീർഘനാളിന് ശേഷം പോലീസ് പിടികൂടി. പ്രോസിക്യൂഷനു വേണ്ടി ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ PV സന്തോഷ് കുമാർ ഹാജരായി.